ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യും ഒരു കാരണവശാലും അത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം നിങ്ങൾ എടുക്കുകയാണ്, ആ വാഹനത്തിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് പല ക്വസ്റ്റ്യൻസും എനിക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. എന്നാൽ ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കയ്യിലുള്ളൊരു സ്കോഡ സ്ലാവിയാണ്. ഈ വാഹനത്തിൻ്റെ മാത്രമല്ല, ഞാൻ പൊതുവേ എല്ലാ വാഹനത്തിൻ്റെയാണ് പറയുന്നത്. കാരണം മിക്ക വാഹനങ്ങളും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് കാണുക, അതായത് യൂട്യൂബ് വീഡിയോസ് കാണുകയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റിയുടെ പർപ്പസ് കാരണം നടക്കില്ല. പക്ഷേ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്നാൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേടിക്കുന്നതല്ലേ നല്ലത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യും ഒരു കാരണവശാലും അത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വരുന്ന ഈ ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡ്രൈവിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഇതിൻ്റെ സ്വിച്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത്. സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സെറ്റിങ്സ് മാത്രമല്ല, നമുക്ക് കാറിൻ്റെ സെറ്റിങ്സ്, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യണോ, ലൈറ്റിൻ്റെ സെറ്റിങ്സ്, ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഈ ആംബിയൻ ലൈറ്റ് ഓൺ ആക്കുന്നു, ആംബിയൻ ലൈറ്റ് എത്രത്തോളം വേണം, ഇനി ആംബിയൻ്റെ ലൈറ്റിംഗ് ഫുട്വെൽ, അതായത് താഴെ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്, ഇതിൽ ഏതൊക്കെ വേണം, ഇനി എക്സ്റ്റീരിയർ ലൈറ്റ്സിൻ്റെ സെറ്റിങ്സ്, ഈ കാര്യങ്ങളെല്ലാം ഹെഡ്ലൈറ്റിൻ്റെ മാത്രമല്ല വേറെ പല സെറ്റിങ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് മിറേഴ്സിൻ്റെ, വൈപ്പറിൻ്റെ, ഇപ്പം മിറേഴ്സിൻ്റെ സെറ്റിങ്, ഇപ്പം ഈ വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വെക്കണോ, ഓട്ടോ വേണ്ട ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോൾഡിങ്ങിലോ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യണോ, ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ സെറ്റിങ്സും വരുന്ന ഇതിനകത്താണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ പലരും ഇതറിയാതെ ഈ പറയുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മൊത്തം മാറ്റി വെച്ചും നമ്മൾ പുതിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വയ്ക്കും. എന്നാൽ ഈ പറയുന്ന പോലെ ഫംഗ്ഷൻ കിട്ടോ ഇല്ല. പിന്നെ ശരിക്കും എന്താണ് ഒരു സൊല്യൂഷൻ? അതായത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സൊല്യൂഷൻ കൂടെ വേണമല്ലോ. കാരണം നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വീഡിയോസ് കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ സാധിക്കണം. പാട്ട് മാത്രം പോരല്ലോ ഇപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഡിവൈസസ് നമുക്ക് കിട്ടാറുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ആൻഡ്രോയിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ വന്നിട്ട് കൊള്ളാം അല്ലെങ്കിൽ ഒറ്റയടിക്ക് നല്ലതാണെന്ന് പറയില്ല, യൂസ് ചെയ്ത് നോക്കി നല്ലതാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 3-4 ഡിവൈസസ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചാടിക്കയറി ആൻഡ്രോയിഡിലോട്ട് മാറുന്നവരോടാണ് ഞാൻ ഈ ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ആൻഡ്രോയിഡിലോട്ട് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആൻഡ്രോയിഡ് ആക്കാൻ ശ്രമിക്കുകയെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതെൻ്റെ മാത്രം റെക്കമെൻഡേഷനാണ്. ഞാൻ ഒരു കമ്പനിയും പൊക്കി പറഞ്ഞുകൊണ്ടൊരു സാധനവും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക.